ഇന്നത്തെ 10ാമത്തെ പോയിൻ്റാണ് സ്ലീപ്പ്, ഉറക്കം. സ്ലീപ്പ് ആൻഡ് ബിഹേവിയർ ആർ ക്ലോസ്ലി കണക്റ്റഡ് എന്ന് വെച്ചാൽ ഉറക്കവും സ്വഭാവവും തമ്മിൽ വളരെയേറെ കണക്ഷനുണ്ട്. നമുക്കറിയാം നമ്മുടെ ഉറക്കം ശരിയായില്ലെങ്കിൽ നമ്മൾ എന്തുമാത്രം ഡിസ്റ്റർബ്ഡ് ആകും എന്ന്. ഇതേപോലെ തന്നെ കുട്ടികളുടെ ഉറക്കം എന്ന് പറയുന്നത് വളരെ ഏറെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾ രാവിലെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒച്ചയുണ്ടാക്കി ചെന്ന് കുട്ടിയെ കുലുക്കി വിളിച്ച് ഒരിക്കലും ഉണർത്തരുത്. തീർച്ചയായിട്ടും കുട്ടികൾ ഉണർന്നു വരാൻ രാവിലെ അല്പം സമയമെടുക്കും. കറക്റ്റായിട്ട് ചാടി എഴുന്നേറ്റ് വരുന്ന കുട്ടികളെ ഇല്ല എന്ന് വേണം പറയാൻ. ഇനി അങ്ങനെ ഏതെങ്കിലും കുട്ടി ചാടി എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും കുട്ടികൾ ഒന്ന് ഉണർന്ന് കുറച്ച് നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നൊക്കെ പതുക്കെ എഴുന്നേറ്റ് വരികയുള്ളൂ, എഴുന്നേറ്റ് വരാൻ പാടുള്ളൂ. കുട്ടിയെ ഇനിയും അതല്ലാതെ കുട്ടി വീണ്ടും കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഒച്ചയുണ്ടാക്കി ചെന്ന് കുട്ടിയെ കുലുക്കി വിളിച്ചുണർത്തരുത്. അതൊന്ന് ഫിസിക്കലി അത് ബ്രെയിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. കാരണം ബ്രെയിനിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയിൽ വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെ. രണ്ടാമത് ആ ഉറക്കം ശരിയാകാത്തതുകൊണ്ട് തന്നെ കുട്ടിക്ക് സ്വഭാവത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. രാവിലെ എഴുന്നേറ്റില്ലെങ്കിൽ എഴുന്നേൽപ്പിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. കുട്ടിക്ക് ആഡിക്വേറ്റ് സ്ലീപ്പ് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ നോക്കുക. നേരത്തെ കിടന്ന് ഉറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. ഇനിയും നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ടും കുട്ടിയുടെ സ്ലീപ്പ് ആഡിക്വേറ്റ് ആകുന്നില്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കുട്ടിയുടെ ഉറക്കത്തിന് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. സൗണ്ട് സ്ലീപ്പ് കുട്ടിക്ക് കിട്ടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നേരം വെളുത്ത് കുട്ടി കറക്റ്റായിട്ട് പോകാൻ എഴുന്നേറ്റ് വരുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് സ്ലീപ്പ് പ്രോപ്പർലി കിട്ടുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുക. കുട്ടിക്ക് ഒരു സൗണ്ട് സ്ലീപ്പ് അല്ലെങ്കിൽ ആഡിക്വേറ്റ് സ്ലീപ്പ് കിട്ടാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക.